ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൈബർ ക്രൈം ത്രില്ലറാണ് ഡ്രൈവ്. ആരുടെ പടം? ആദിയുടെ പടം. ആദ്യ അറിയില്ല അറിയില്ല ഒരൊറ്റ പടം പറഞ്ഞ അണ്ണന്റെ റേഞ്ച് മനസ്സിലാവും. ഈറം 2009 ഇറങ്ങിയ ഒരു ക്രൈം ത്രില്ലറാണ്. ഒരു കേസ് ഇൻവെസ്റ്റിഗേഷന് ഒരു പ്രേതം വെള്ളത്തിലൂടെ ഒക്കെ വന്ന് സഹായിക്കും. വാട്ട് എ പടം, വാട്ട് എ പെർഫോമൻസ്. കിഡു പടമാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആ. ഇപ്പൊ കണ്ടാലും നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ക്രൈം ത്രില്ലേഴ്സിന് ഒരു ബെഞ്ച് മാർക്ക് പടമാണത്. ആ ആദിയുടെ പടമാണ് ഈറം അല്ലായി ഡ്രൈവ്. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കമൽ, ലെജൻഡറി ഡയറക്ടർ കമലിന്റെ മകനാണ്. കമൽ അണ്ണന്റെ ഒരു പടം ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, വിവേകാനന്ദൻ വൈറലാണ്. അമ്മജി ഓർപ്പിക്കല്ലേ. സോ ഈ സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ. ഓൾഡ് വൈൻ ഇൻ ജാംബവാന്റെ കാലത്ത് ഓൾഡ് ബോട്ടിൽ. അതാണ് ഈ പടം. മനസ്സിലായില്ലേ? ഒരു 10-20 ലക്ഷം റിവഞ്ച് സ്റ്റോറി ഇങ്ങനത്തെ വന്നിട്ടുണ്ട്. അതിലേക്കുള്ള ഒരു പുതിയ എൻട്രി. സോ ഈ സിനിമ ഇതൊരിക്കലും സിനിമയല്ല. ടെസ്ല കാറിന്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ റിവ്യൂ അല്ലെങ്കിൽ അതിന്റെ ടെസ്റ്റ് ഡ്രൈവ്, അതാണ് ഈ പടം. ഒന്നെങ്കിൽ ടെസ്ല ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവര് പറയാൻ ഉദ്ദേശിക്കുന്നത് ടെസ്ല ക്യാൻ ബി ഈസിലി ഹാക്ട്. രണ്ടിലേതോ ഒന്നാണ്. എന്തോന്നടേ ഇത്? ടെസ്ല എന്റെ ഫുൾ ഫിഗർ എന്റെ തല, ടെസ്ല എന്റെ ഫുൾ ഫിഗർ എന്റെ തല. പലപ്പോഴും എനിക്ക് തോന്നി ഇതിലത്തെ നായകൻ ആദ്യമല്ല, ടെസ്ല കാറാണ്. എന്തോന്നടേ ഇത്? ഈ സിനിമ എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആണ്. ദിസ് ഇസ് ബേസിക്കലി തെലുങ്ക് ഫിലിം, മലയാളം തമിഴൊക്കെ ഉണ്ട്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീമിംഗ്. ആമസോൺ പ്രൈമിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ ഒന്നാമതാണ് ഈ പടം. അപരാധെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇത് എത്ര വട്ടം കണ്ടു മടുത്തൊരു റിവഞ്ച് സ്റ്റോറിയാണ്. ഈ സിനിമ വലിയ ചെലവൊന്നുമില്ല ഇതെടുക്കാൻ. എന്താണ് 1.5 മണിക്കൂർ വാട്സപ്പ് വീഡിയോ കോൾ, അതന്നെ ഈ പടത്തിലുള്ളൂ. സോ നമ്മുടെ അണ്ണന്റെ ഭാര്യയായിട്ട് മഡോണ സെബാസ്റ്റിനെയാണ്. അണ്ണൻ മഡോണയെ വീഡിയോ കോൾ വിളിക്കും, മഡോണ ഇങ്ങേരെ വീഡിയോ കോൾ വിളിക്കും, ഇങ്ങേര് കൂട്ടുകാരെ വീഡിയോ കോൾ വിളിക്കും, പടം തീർന്നു. ഇങ്ങേര് വില്ലനെ വീഡിയോ കോൾ വിളിക്കും, പടം തീർന്നു. സോ യൂഷ്വലി ആദിയുടെ പടങ്ങളിൽ ആദ്യം അടിപൊളിയായിരിക്കും. ഇതിൽ ആദ്യം വരെ ആവറേജ് പെർഫോമൻസ് ആണ്. പിന്നെ മഡോണയുടെ കാര്യം പറയണ്ടല്ലോ. സോ മഡോണയുടെ അടുത്ത് എനിക്കൊരു ഡയറക്ടർ പറഞ്ഞു, മാഡം തുസാറ്റ്സിന്റെ വാക്സ് മ്യൂസിയത്തിലെ മെഴുകു പ്രതിമ തോറ്റു പോകണം, അജാതി പെർഫോമൻസ് ആയിരിക്കും. കൊച്ചി 1000% കൊടുത്ത് ചെയ്തിട്ടുണ്ട്. എജാതി മെഴുകു പ്രതിമ അടുത്തുകൊണ്ടേ മെഴുകു പ്രതിമ വെച്ചാൽ കൂടി അറിയില്ല, അജാതി പെർഫോമൻസ്. സോ മഡോണയുടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റേ ബർമുഡ ട്രയാങ്കിൾ എടുത്ത് ചാടുന്നു, നീന്തി കിടക്കണു, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. 1-ാം മാസത്തിൽ നീന്തൽ പഠിച്ച കുട്ടിയുടെ പിന്നെ എന്തോന്ന് പ്രതീക്ഷിക്കാനാ? ഒരു ബോറ് പടം. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ വൻ ശോകമാണ്, സ്റ്റോറി ഒക്കെ വൻ ശോകം സാധനം. ഈ സിനിമയിൽ ആകെ ഒരു പോസിറ്റീവ് ഉണ്ട്, ജർമ്മനി, ലണ്ടൻ അതൊക്കെ കാണിക്കുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫി കിടുവാണ്. അത് മാത്രമാണ് ഈ സിനിമയിൽ പോസിറ്റീവ് ആയിട്ടുള്ളത്. സോ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ അണ്ണൻ ആളൊരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു, പിന്നീട് വന്നിട്ട് മീഡിയ ടൈക്കൂണായി മാറുകയാണ്. അങ്ങേരെ സകലമായ സാധനങ്ങളും നമ്മുടെ ഒരു ഹാക്കർ അണ്ണൻ വന്ന ഹാക്ക് ചെയ്യും. പിന്നെ നടക്കുന്ന പരിപാടികളൊക്കെയാണ് പറയുന്നത്. ഒരു മൊമെന്റിൽ പോലും ഈ പടം ത്രിൽ അടിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് നമ്മുടെ ഹാക്കർ വില്ലൻ അണ്ണന്റെ മോട്ടീവ് ഉണ്ട് ഇതിന്. ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഉണ്ട്. കഥ കഥ അല്ലെങ്കിൽ മോട്ടീവ് എന്നൊക്കെ പറയുമ്പോൾ 11 പറഞ്ഞിട്ട് ഒരു തമിഴ് പടം ഉണ്ട്. അതിലത്തെ മോട്ടീവ് പോലെ ആയിരിക്കണം കാണുന്ന, നമുക്ക് തോന്നണം ഇവനെയൊക്കെ പിടിച്ച് പൂശണം എന്ന്. അല്ലാതെ കുറെ കണ്ണീരും കിനാവും കൊണ്ടുവന്നാലൊന്നും തോന്നില്ല. മോട്ടീവും കേക്ക് മുറിയും. നന്മപരമായ വില്ലൻ നന്മപരമാണ്. ഇവനെ വെച്ചിട്ട് ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പ്ലേ, അത് മാത്രം മതി ഇത്ര, ഉപദ്രവിക്കേണ്ട അത്ര. ഇവൻ ഉണ്ടായ നഷ്ടത്തിന് നീ അങ്കിടോട് ഇങ്കിടോട് ടെസ്ല അങ്കിടോടിക്ക് ഇത് മതി ഇത്ര വില്ലന്. ഇത്രയും നന്മപരമായ വില്ലന്മാരുണ്ടെങ്കിൽ നമ്മുടെ നാട് എന്നോ നന്നായനെ. ഇതാണ് ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യ. സോ ടുവേർഡ്സ് എൻഡ് വില്ലനെ റിവീൽ ചെയ്യുന്ന ഒരു ടൈലന്റ് ഉണ്ട്. ദാറ്റ് വാസ് നൈസ്, റിയലി നൈസ്. പക്ഷെ അവസാനം ഡ്രൈവ് 2 എന്ന് കാണിച്ചത് എന്തോന്നിന്? അണ്ണ മുങ്ങിയ കപ്പലിന് വീണ്ടും ആരെങ്കിലും പാട്ട് കൊടുക്കുമോ അല്ല അറിയാൻ ചോദിക്കുകയാണ്. സോ ടു മീ പേഴ്സണലി ദിസ് ഇസ് എ വെരി ബിലോ ആവറേജ് പടം. ഇത് ഞാൻ ബിലോ ആവറേജിൽ നിർത്തിയത് ഇതിലത്തെ സിനിമാറ്റോഗ്രാഫിയും ആ ടൈലന്റ് സീക്വൻസും അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇത് ഷുവർ ഷോട്ട് ബോറിംഗ് പടം. 1 ടൈം വാച്ചബിൾ പടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒന്നും കാണാതില്ലാത്തപ്പോ ചുമ്മാ ഇരുന്ന് കാണാം. ഡെഫിനറ്റ്ലി അപരാധമല്ല. സോ വേണ്ടവർ കണ്ടു നോക്കാം. ഇതിൽ പെർഫോമൻസ് എല്ലാം ശോകമാണ്. മൊത്തത്തിൽ പടമേ ശോകമാണ്.